ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്ത് ഡബിളാക്കി മാറ്റിയിട്ടുള്ളൊരു മിറാക്കിൾ ഹെയർ പാക്ക് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അതിനായിട്ട് നമുക്കിവിടെ 1.25 ഗ്ലാസ് വെള്ളം വേണം. 1.25 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ തേയില ഇടാം ട്ടോ. ഞാനിവിടെ ഈസ്റ്റ് ടീയുടെ ഈ തേയിലയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് തേയില വേണേലും നമുക്കിത് യൂസ് ചെയ്യാമേ. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനൊരു 3 സ്പൂണാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളച്ചതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ വെള്ളത്തിലേക്ക് 3 സ്പൂൺ ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് തേയില വേണേലും ഉപയോഗിക്കാം ട്ടോ. ഞാനിത് ലോ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം മൊത്തം പറ്റിപ്പോകുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം തേയില നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. വീട്ടിലുള്ള കറ്റാർവാഴയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കയ്യിൽ ജെല്ലാണെങ്കിൽ, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെൽ കറ്റാർവാഴയാണുള്ളതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ നമ്മൾ കറ്റാർവാഴ വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ച് അതിനുള്ളിലുള്ള കറയൊക്കെ പോയതിന് ശേഷം കറ്റാർവാഴ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നടുവേ ഇങ്ങനെ മുറിച്ചിട്ട് അതിൽ നിന്നും സ്പൂണിട്ട് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചെടുത്ത് അരിച്ചെടുത്ത തണുത്ത നമ്മുടെ തേയില വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ച് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ കറ്റാർവാഴ സ്കൂപ്പ് ചെയ്തെടുത്തത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ജ്യൂസും കൂടി നമ്മൾ ഈ തേയില വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മിറാക്കിൾ ഹെയർ പാക്ക്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്താലോ? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഒരു വൈഡ് ടൂത്തുള്ള കോംബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി നമ്മുടെ എൻഡ് തൊട്ട് റൂട്ട് വരെ സാവധാനത്തിൽ ചീവി കൊടുക്കുക. അതായത് നമ്മുടെ മുടിയിലുള്ള ജടയൊക്കെ അത്യാവശ്യം പോകണം. നമ്മൾ ഇതുപോലെ നല്ലൊരു ഹെയർ പാക്കാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മുടിയിൽ ജട ഇരിക്കാൻ പാടില്ല. ജട ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഏത് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താലും ജടയിൽ ഇങ്ങനെ കുരുങ്ങി വലിഞ്ഞ് നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള എൻ്റെ കാച്ചെണ്ണയാണ് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിൽ കുറച്ച് ഓയിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാച്ചിയെണ്ണയാണ്. ആ കാച്ചിയെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ എൻഡിലും സ്കാൽപ്പിലും, അതായത് മുടിയുടെ ലെങ്തിലും ഒക്കെ നല്ലതായിട്ട് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഭയങ്കര ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ റൂമിനകത്തൊക്കെ നിൽക്കുവാണെങ്കിൽ നിലത്ത് വീണാൽ നല്ലതായിട്ട് കറ പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് കറ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം റൂമിലൊക്കെ അത്യാവശ്യം വീഴുന്നത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് അതാകുമ്പം നിലത്ത് വീണാൽ കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നമുക്കത് എങ്ങനെ വേണേലും അപ്ലൈ ചെയ്യാം. നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകുമെന്നേ ഉള്ളൂ. ഡ്രസ്സിൽ വീണാൽ കറ പിടിക്കത്തില്ല എന്ന് ഉറപ്പുള്ള ഡ്രസ്സ് തന്നെ വേണം നമ്മൾ ഇട്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എൻഡിലും മുടിയുടെ ലെങ്തിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടിയിൽ ഫുള്ള് ഇത് കിട്ടണം കേട്ടോ. അതുപോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡിലിട്ടും ഞാനിത് ബാക്കി ഉണ്ടായിരുന്നത് മുഴുവൻ നല്ല രീതിയിൽ സ്കാൽപ്പിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിറാക്കിൾ പാക്ക് എത്രത്തോളം ബെനിഫിറ്റ് തരുന്നുണ്ടെന്നുള്ളത് നമ്മൾ വീക്കിൽ വൺസ് ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ഒരു ലൂസ് ബണ്ണാക്കി കെട്ടിവെക്കുക. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഹെയറിൽ നിന്നും നമ്മുടെ തേയിലവെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് വിട്ട് കളഞ്ഞേക്കുക. അതായത് നമ്മൾ ഇതൊരു 10-30 മിനിറ്റ് നമ്മുടെ തലയിൽ വെച്ചേക്കണം കേട്ടോ. വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. അപ്പം നമ്മുടെ കഴുത്തേക്കൂടെയും ഡ്രസ്സിലും ഒക്കെ ഇത് ഒഴുകി ഇറങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറ പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇത് ചെയ്യല്ലേ. അതേപോലെ തന്നെ നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തു. ഷാമ്പു ഉപയോഗിച്ചിട്ടില്ല, കണ്ടീഷണർ ഉപയോഗിച്ചിട്ടില്ല.
നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്കൊരു ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഓരോ ഹെയറിനും കട്ടി വെച്ചിട്ടുണ്ട്. ഓരോ ഹെയറും നല്ല രീതിയിൽ കട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ ഹെയർ ഗ്രോത്ത് ഡബിൾ ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.